ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. പലർക്കും മാർക്കറ്റ് നല്ലൊരു കൺഫ്യൂഷനാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഡൗൺ എന്ന രീതിയിൽ 60,000 വന്നിട്ട് വീണ്ടും ഹൈയിലോട്ട് ഒരു 67,000 പോയിട്ട് ഇപ്പോൾ ഒരു 63,000 റേഞ്ചാണ് നിൽക്കുന്നത്. ഇനി അടുത്ത് ബിറ്റ്കോയിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗോൾഡിൻ്റെ പ്രൈസ് കാണിച്ചു തരാം. ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. ഇന്ന് ഏകദേശം ഇന്ത്യൻ ടൈം എന്ന് പറയുന്ന ഒരു 12 മണിക്ക് നമ്മുടെ ഗോൾഡിൻ്റെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. അതനുസരിച്ച് ഗോൾഡിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഗോൾഡിൽ ഏകദേശം നാളെ തിങ്കൾ ഏകദേശം ഒരു ഇന്ത്യൻ ടൈം ഒരു 3 മണിക്ക് ശേഷം മാറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതനുസരിച്ചിട്ടായിരിക്കും ഗോൾഡിൻ്റെ പ്രൈസ് മാറുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാറുന്നത്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 2338 ഇവിടെ നിന്ന് പെട്ടെന്ന് മാർക്കറ്റ് ഡൗൺ എന്ന രീതിയിൽ ഡയറക്ഷൻ പോവുകയാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. ഇനി നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വൈസ് നിന്നാൽ പോലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ക്രിപ്റ്റോയ്ക്കകത്ത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈയിലോട്ട് വേണമെങ്കിൽ പോകാം. ഇനി ആൾട്ട് കോയിൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ലോങ് ടൈം കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ലോങ് ടൈം മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുക. നല്ല ബൈ പ്രൈസ് റേഞ്ച് നോക്കിയിട്ട് ലോങ് ടൈമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ, സ്കാൽപ്പാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വോളിയം മാറുന്നതനുസരിച്ച് ടൈം ഫ്രെയിം കുറച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ വോളിയം നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പം നമുക്ക് BNB, എതീരിയം ഇതിൻ്റെ അകത്തെല്ലാം വോളിയം നല്ല രീതിയിൽ വേരിയേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് MXC ടോക്കൺ ഏകദേശം കണ്ടോ ഹൈയിൽ പോയിട്ട് വീണ്ടും ഡൗൺ എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ബിറ്റ്കോയിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടായിരിക്കും അടുത്ത MXC ടോക്കൺ പോകുന്നത്. അതുകൊണ്ട് ലോങ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഫയൽ ടോക്കണൊക്കെ ഏകദേശം വീണ്ടും $6 ഓക്കെ, $6 എന്ന് പറയുന്നത് നേരത്തെ നമുക്കൊരു $5 വന്നിട്ട് 6.682 വന്നിട്ട് ഇപ്പോൾ $6 റേഞ്ചാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് എതീരിയം ക്ലാസിക് എന്ന് പറഞ്ഞാൽ വീണ്ടും ഹൈ ട്രെൻഡിലോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതിരിക്കുകയാണെങ്കിൽ എതീരിയം ക്ലാസിക് വീണ്ടും ഇവിടെ നിന്ന് 29 നിന്ന് 38 പോകുന്നതായിരിക്കും. എതീരിയം ക്ലാസിക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോങ് ടൈം മാത്രം കൂടുതൽ ബൈ ചെയ്ത് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്. CET ഇപ്പോഴും ഹൈ ട്രെൻഡ് തന്നെയാണ്. 0.37, 0.24, 0.25 ഞാൻ പലതവണ പറഞ്ഞതാണ്. CET താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വസീറസ് ടോക്കൺ ഏകദേശം 0.16 വന്നിട്ട് ഏകദേശം 0.26 ആണ്. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ ഇത് വീണ്ടും 0.16 നിന്നും 0.10 താഴെ വരെ വേണമെങ്കിൽ പോകാം. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഡേഞ്ചർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത് നമുക്ക് ഗോൾഡിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണോ അതനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഗോൾഡിൻ്റെ ട്രെൻഡിന് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് 2300 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2300 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പെട്ടെന്ന് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. 2300 സ്ട്രോങ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ സൈഡ് വൈസ് നിൽക്കാം. ഓക്കെ, സൈഡ് വൈസ് നിൽക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ഡൗൺ ആവുകയാണെങ്കിൽ പെട്ടെന്നുള്ളൊരു ഡൗൺ ആയിരിക്കും. പെട്ടെന്ന് ഡൗൺ ആയിട്ട് പെട്ടെന്ന് തന്നെ റിവേഴ്സ് പോകുന്ന ആ ഒരു തരത്തിലുള്ള ഡൗൺ ആയിരിക്കും ഗോൾഡിൽ വരാനുള്ളത്. ഓക്കെ, അതായത് ഏകദേശം 2300 നിന്ന് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു 2000 വരാം. എന്നിട്ട് തന്നെ വീണ്ടും വേണമെങ്കിൽ 2280 വേണമെങ്കിൽ പോയി നിൽക്കാം. ഓക്കെ, അതുകൊണ്ട് ഗോൾഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് വീഴാം. അതുകൊണ്ട് നിങ്ങൾ ക്രിപ്റ്റോ ആണ് ചെയ്യുന്നതെങ്കിൽ ട്രേഡിംഗ് ആണെങ്കിൽ ടേക്ക് പ്രോഫിറ്റ്, സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്ത് മാത്രം ചെയ്യുക. ഇനി അടുത്ത് കുറേ പേർ കേട്ട ഡൗട്ടാണ് വേറെ നല്ല ആൾട്ട് പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ സ്പെഷ്യലായിട്ട് വേറൊരു വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ട്രോൺ ഏകദേശം 0.50 വന്നിട്ട് വീണ്ടും ഏകദേശം 0.124 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ട്രോണൊക്കെ ലോങ് ടൈം വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുക. $1 ഒക്കെ ട്രോൺ ടച്ച് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് ആകുന്നതായിരിക്കും. ലോങ് ടൈം താല്പര്യമുള്ളവർ മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഡോഗി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, $1 ഒക്കെ ഈസി ആയിട്ട് ടച്ച് ആവാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ് ഡോഗി എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർ ആ ഒരു ഫോർമാറ്റിൽ മാത്രം ട്രൈ ചെയ്യുക. കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, വെയിറ്റ് ചെയ്യുക.